Good evening. Welcome to NetHub classes. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ പേപ്പറിലെ ICT എന്ന യൂണിറ്റ് ആണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, സോ നമുക്ക് ICTയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, അതിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ജനറൽ അബ്രിവിയേഷൻസ് ആൻഡ് ടെർമിനോളജി, ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിങ്, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അത് നമ്മൾ ശരിക്കും ICTയിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ അതിൽ പഠിക്കും ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, സോ അത് ഇതിൽ കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഇതിലും കൂടി പഠിച്ചാൽ മതി. ഓക്കെ, അതിൽ മാത്രം പഠിച്ചാൽ മതി, ഇതിൽ അത് ഇൻക്ലൂഡ് ചെയ്യണ്ട. ദെൻ ICT ആൻഡ് ഗവേണൻസ്. ഓക്കെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ ബാക്കിയുള്ള യൂണിറ്റിനെ അപേക്ഷിച്ച്, അതായത് റീഡിംഗ് കോംപ്രിഹെൻഷൻ നമുക്കറിയാം, പ്രാക്ടീസിലൂടെ നമുക്ക് ഫുൾ മാർക്കും നമുക്ക് നേടാൻ പറ്റും. അതുപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഓൾസോ, അത് RCന്റെ അത്ര എളുപ്പമല്ലെങ്കിലും എന്താണ് ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീക്ക്ലി പ്രാക്ടീസിലൂടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. 5 അതായത് 10 മാർക്ക്, 5 ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസറിലേക്ക് എത്താം. അതുപോലെ തന്നെ ICTയും നമുക്ക് 5 ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ കൊടുത്തിട്ട് മാർക്ക് നേടാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ്. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, സിമ്പിൾ ആണ്. പിന്നെ നമ്മുടെ സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസ് കൂടി ആണെങ്കിൽ എന്താണ്, നമുക്ക് ഇതൊരു ബോണസ് പോയിന്റ് ആയിട്ട് കാണാം. ICTയെ ജനറൽ പേപ്പറിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് നമുക്കൊരു ബോണസ് പോയിന്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, അല്ലാത്തവർക്കും എന്താണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്, കുറച്ച് ബേസിക് ആയിട്ട് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. നമുക്ക് നോക്കാം. റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ എക്സാമിന് റീസെന്റ് ആയിട്ട് നടന്ന ജാനുവരിയിൽ നടന്ന, അതായത് ഡിസംബർ സൈക്കിൾ നെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ ചെയ്തേ. ഇതിനൊന്ന് ആൻസർ ചെയ്യൂ. ഓക്കെ, സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ICT എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അധികവും എന്താണ്, അബ്രിവിയേഷൻസ് വരാം, പിന്നെ അതായത് പിന്നെ നമ്മുടെ നെറ്റ്വർക്കിലെ കുറച്ച് കാര്യങ്ങൾ, ഇന്റർനെറ്റിനെ ബേസ് ചെയ്തിട്ട്, ഇമെയിലിനെ ബേസ് ചെയ്തിട്ട്, പിന്നെ മാൾവേഴ്സ്. ഓക്കെ, മാൾവേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, പിന്നെ അതായത് ബേസിക് ആയിട്ടുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും കണ്ടുവരാറുണ്ട്. അബ്രിവേഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ പണ്ട് മുതലേ കേട്ട് പഠിച്ചല്ലേ, എവിടെയൊക്കെയോ കേട്ട അബ്രിവേഷൻസ് ഒക്കെയാണ് വരാറ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ല അല്ലെ. കീബോർഡ് എന്താണ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഇൻപുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. A4 അല്ലെ, A4 ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിനെ പറ്റി കൂടുതൽ ആലോചിക്കേണ്ട. ബാക്കി എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഏതാണോ കറക്റ്റ് കണ്ടുപിടിക്കുക. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ആണെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. 1 മിനിറ്റ് വേണ്ട, നമുക്ക് അതിൽ പകുതി 30 സെക്കൻഡോളം കൊണ്ട് തന്നെ നമുക്കൊരു 2 മാർക്സ് അവിടെ നമ്മൾ നേടി. ഓക്കെ, സോ അത്രയും എളുപ്പത്തിൽ നമുക്ക് ICT ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നോക്കൂ, ഇനി നമ്മളൊരു വേറൊരു, അതായത് വേറൊരു ICTയിൽ തന്നെ വേറൊരു വിഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്, നമ്പർ സിസ്റ്റം. ഓക്കെ, കൺവേർഷൻസ് ഇൻ നമ്പർ സിസ്റ്റം. ഇത് നമുക്ക് എളുപ്പമാണ്, കൺവേർഷൻ എളുപ്പമാണ്, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഇൻ കേസ് ആ ഒരു പരീക്ഷയുടെ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഈ ഒരു സ്ട്രെസ്സിൽ
നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടില്ല. അതുകൊണ്ട് ഇതിൽ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് നമ്പർ സിസ്റ്റത്തിന്റെ കൺവേർഷൻ നമ്മൾ ഇത്തിരിയുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ? പ്രാക്ടീസിലൂടെ. അതായത് നമ്പർ കൺവേർഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വീക്ക്ലി ആയിട്ട് നമ്മൾ 1 or 2 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എക്സാം ആകുമ്പോഴേക്കും ഈ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടും. എളുപ്പത്തിൽ നമുക്ക് തെറ്റ് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ നമ്പർ കൺവേർഷൻ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റം കൺവേർഷനും നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, നോക്കൂ നിങ്ങൾ, നമ്പർ സിസ്റ്റം അല്ലെ? നമ്പർ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് നാല് നമ്പർ സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ, ഒക്ടൽ നമ്പർ ആൻഡ് ഹെക്സാഡെസിമൽ. ഓക്കെ, എന്താണ്? ഫസ്റ്റ് ഈസ് ഡെസിമൽ, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ബട്ട് നമ്മൾ അത് ബേസിക് ആയിട്ട് പഠിച്ചു വന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും മറക്കില്ല കൺവേർഷൻസിനെ. അതായത് മിക്കപ്പോഴും ഈ ഫ്രാക്ഷൻ ഒക്കെ വരുന്ന ഫ്രാക്ഷൻ പാർട്ടും കൂടി ഉള്ള കൺവേർഷൻസ് ആണ് നമുക്ക് നെറ്റിന് കണ്ടുവരാറ്. എല്ലാത്തതും വരാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ടഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷൻ പാർട്ടും കൂടി വരുന്ന ഒരു കൺവേർഷൻ ആണ്. സോ നമ്മൾ ആ ഒരു മാക്സിമം ലെവലിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും. സോ നമ്മൾ അത് എന്താക്കുക? തറായി പഠിച്ചാൽ നമുക്ക് ഈസിലി അതിന്റെ മാർക്ക് നേടാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എന്താണ്? ബേസ് 10 ആണ് അല്ലെ? 10 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഓർത്ത് വെക്കുക. ദെൻ ബൈനറി നമ്പർ നമുക്കറിയാം. എന്താണ് ബൈനറി അല്ലെ? 2 നമ്പേഴ്സ് മാത്രമാണ്, 0 and 1 അല്ലെ? അതും ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും വരിക. സോ ദാറ്റ് ഈസ് ബൈനറി നമ്പർ. 0 ഉം 1 ഉം ആണ്. ബേസ് 2 ആണ്. ബേസ് മസ്റ്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കണം. ദെൻ ഒക്ടൽ നമ്പർ. ഒക്ടൽ നമ്പറിൽ എന്താണ് ബേസ്? 8 ആണ് അല്ലെ? 0 മുതൽ 7 വരെയുള്ള നമ്പർ, അതായത് 0, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അതിന്റെ ബേസ് 8 ആണെന്ന് ഓർക്കുക. ദെൻ കുറച്ച് ഡിഫറൻസ് വരുന്നത് ഹെക്സാഡെസിമൽ നമ്പറിലാണ്. ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പറിലാണ് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് ബേസ് 16 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. ബേസ് 16. അപ്പൊ എത്ര നമ്പേഴ്സ് അതിൽ വേണം? 16 നമ്പേഴ്സ് വേണമല്ലോ. 16 നമ്പേഴ്സ് ഏത് മുതൽ ഏത് വരെയായിരിക്കും? 0 to 15 വരെ അല്ലെ? 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് ആണ് ഹെക്സാഡെസിമലിൽ വരുന്നത്. അപ്പൊ അവിടെ അതിൽ കുറച്ച് ഇതുണ്ട്, ഡിഫറൻസ് ഉണ്ട്. നോക്കൂ നിങ്ങള്, അതില് 0 മുതൽ 9 വരെയുള്ള നമ്പറും പിന്നെ 10 തുടങ്ങി അല്ലെ? 10 to 15 വരെ ആൽഫബറ്റ്സുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർമ്മിക്കാം. 10 to 15 വരെ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഓർമ്മിച്ച് നോക്കുക. 10-ന് A, അതായത് 11 B, 12 C, 13 D, 14 E and 15 F. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തില് ബേസ് 16 ആണ്. 0 to 15 വരെയുള്ള നമ്പർ ആണ്. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? 0 to 9 വരെയുള്ള ഡിജിറ്റ്സും ബാക്കി 10 to 15 എന്താണ്? ആൽഫബറ്റ്സ് ആണ്. A to F വരെയുള്ള ആൽഫബറ്റ്സ്. ക്ലിയർ? സോ ബേസ് 16 ആണെന്ന് ഓർത്ത് വെക്കുക ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് ഓരോ കൺവേർഷൻസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അതായത് നോട്ട്സ് ഉള്ളവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാത്തവര് പറ്റുന്ന പോലെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷോർട്ട് നോട്ട്സ് എല്ലാ ചാപ്റ്ററും എല്ലാ യൂണിറ്റും കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ബാച്ചിന്, അതായത് കഴിഞ്ഞ സൈക്കിളിന് പ്രിപ്പയർ ചെയ്ത് വന്ന ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ അതിൽ ഇല്ലാത്ത ഫാക്ട് മാത്രം അതായത് ആഡ് ചെയ്ത് വെക്കുക. അത്രേ വേണ്ടുള്ളൂ. പിന്നെ വീണ്ടും വീണ്ടും എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഫസ്റ്റ് കൺവേർഷൻ ഈസ് ഡെസിമൽ ടു ബൈനറി നമ്പർ സിസ്റ്റം കൺവേർഷൻ. അതായത് ഡെസിമൽ എല്ലാത്തിനും ബേസ് അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം അല്ലെ? എന്താണ് ബേസ്? ഡെസിമലിന്റെ ബേസ് 10 ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആണ്. സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 10.25 ബേസ് 10 അല്ലെ? 10 ബേസ് 10 ആകുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് എ ഡെസിമൽ നമ്പർ അല്ലെ? ഒരു ഡെസിമൽ നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലായി.
സോ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ, അതായത് ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, ബൈനറിയിലേക്കാണല്ലോ ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മളിവിടെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബൈനറിയുടെ ബേസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ്? ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിന്റെ ബേസ്. ഓക്കെ, ഇവിടെ ബൈനറിയുടെ ബേസ് 2 സോ നമ്മൾ 10നെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 2s are 10, then 0, 2, 2 2s are 4, then റിമൈൻഡർ ആണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്, റിമൈൻഡർ 1. ഓക്കെ, then 1 2s are 2, 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ റിമൈൻഡേഴ്സ് എന്ത് ചെയ്തു? ബൈനറി നമ്പറിന്റെ രീതിയിലേക്ക് കിട്ടിയല്ലേ. ഇനി നമ്മൾ അതിനെ ബോട്ടം ടു ടോപ്പ്, ഓർമ്മിക്കുക എന്താണ്? ബോട്ടം ടു ടോപ്പ് ആണ് എടുത്ത് എഴുതേണ്ടത്. ഇതിനെ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ 2 പാർട്ടാക്കാം. അത് പറയാൻ വിട്ടുപോയി. 10.25നെ ഇത് ഇന്റിജർ പാർട്ടും അല്ലെ, 10 എന്നത് ഇന്റിജർ പാർട്ടും 0.25 എന്നത് ഫ്രാക്ഷൻ പാർട്ടും ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, സോ അതിൽ നമ്മൾ 10 എടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആയതുകൊണ്ട് തന്നെ അത് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ റിമൈൻഡർ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബോട്ടം ടു ടോപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ എടുത്തെഴുതുന്നു. നോക്കൂ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ബോട്ടം ടു ടോപ്പ് വരുമ്പോൾ ഇന്റിജർ പാർട്ട് ഏതാണ് വരിക? 1 0 1 0 1 0. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, ഇന്റിജർ പാർട്ട് നമുക്ക് കിട്ടി. ദെൻ കമ്മിങ് ടു ഫ്രാക്ഷണൽ പാർട്ട് അല്ലെ. ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് വരുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത്? ഇന്റിജർ പാർട്ട് ബൈനറിയുടെ ബേസ് വെച്ചിട്ട് ഡിവൈഡ് ആണ് ചെയ്തത്. ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 അല്ലെ. 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര വരെ മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്ക് കിട്ടുന്ന ആൻസർ, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആകുന്നത് വരെ. ഓക്കെ, ക്ലിയർ? ഫ്രാക്ഷണൽ പാർട്ട് 0 ആകുന്നത് വരെ. ഒന്നും കൂടി പറയാം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഫ്രാക്ഷണൽ പാർട്ടിനെ, അതായത് ഡെസിമലിലെ ഫ്രാക്ഷണൽ പാർട്ടിനെ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അതായത് ബൈനറിയുടെ ബേസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ബൈനറിയുടെ ബേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്ര വരെ മൾട്ടിപ്ലൈ ചെയ്യണം? കിട്ടുന്ന ആൻസറിന്റെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആകുന്നത് വരെ. ക്ലിയർ? സോ നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. 0.25 ആണ് 0.25 ആണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്. അതിനെ നമ്മൾ ബൈനറിയുടെ ബേസ് അല്ലെ 2 വെച്ചിട്ട് ഇൻഡു ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.50. 0.50 കൊണ്ട് ഫ്രാക്ഷണൽ പാർട്ട് 0 ആണോ കിട്ടിയത്? അല്ല അല്ലെ. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 0.50 into 2, that is equal to 1.00. ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് 0 കിട്ടി. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ ബോട്ടം ടു ടോപ്പ് ആണോ നമ്മൾ എഴുതുന്നത്? അല്ല. എന്താണ്? ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ എഴുതുന്നത്. അതായത് 0 1. എങ്ങനെയാണ് എടുത്തത്? ടോപ്പ് ടു ബോട്ടം. കണ്ടോ? 0 1. ഓർമ്മിക്കുക, ഇന്റിജർ പാർട്ടിൽ നമ്മൾ ബോട്ടം ടു ടോപ്പ് ആണ് എടുത്തത്. ഫ്രാക്ഷണൽ പാർട്ടിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ടോപ്പ് ടു ബോട്ടം, ടോപ്പിന്ന് ബോട്ടത്തിലേക്കാണ് വന്നത്. ദാറ്റ് ഈസ് 0 1. അതിന്റെ ഇന്റിജർ പാർട്ട് എടുക്കുന്നു കേട്ടോ. കിട്ടിയ ആൻസറിന്റെ ഇന്റിജർ പാർട്ടാണ് എടുക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതെടുത്ത് എഴുതുമ്പോൾ നമുക്ക് 0.01 കിട്ടും. സോ നമുക്ക് 10.25 ബേസ് 10 എന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറിയിലേക്ക് നമ്മൾ എങ്ങനെ മാറ്റി? 10ന്റെ ബൈനറി നമ്പർ 1010 കിട്ടി. ദെൻ എന്ത് കിട്ടി? നമ്മുടെ 0.25 ഫ്രാക്ഷണൽ പാർട്ടിൻ്റെത് 0 1. നമ്മൾ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഈ ഫ്രാക്ഷനിലാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാറ്. നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നു, ബോട്ടം ടു ടോപ്പിലേക്ക് നമ്പർ റിമൈൻഡർ എഴുതുന്നു. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ടിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ആലോചിക്കുക. ബേസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര വരെ മൾട്ടിപ്ലൈ ചെയ്യണം? അതിന്റെ കിട്ടുന്ന ഉത്തരത്തിന്റെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആവുന്നത് വരെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഇന്റിജർ പാർട്ട് എടുത്തിട്ട് മാറ്റി എഴുതുക. ക്ലിയർ? ഇതാണ്
ഇതിന്റെ കൺവേർഷൻ, അതായത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഓക്കെ, ഇനി നമുക്ക് ബൈനറി ടു ഡെസിമൽ നമ്പർ കൺവേർഷൻ നോക്കാം. എന്താണ് ബൈനറി ടു ഡെസിമൽ നമ്പർ കൺവേർഷൻ? ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പറും, അതായത് ബൈനറി ആയിക്കോട്ടെ, ഒക്ടൽ ആയിക്കോട്ടെ, ഹെക്സാഡെസിമൽ ആയിക്കോട്ടെ, ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പറും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ആണോ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവർ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. നമ്മൾ ഒരു ബൈനറി നമ്പറിനെ, അല്ലെ, ബേസ് 2 ആയ ബൈനറി നമ്പറിനെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബൈനറിയുടെ ബേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 ആണ്, അല്ലെ? സോ നിങ്ങൾ നോക്കൂ, നമ്മൾ ഇവിടെ എടുത്ത് എഴുതാം 1010.01. ഇതാണ് നമ്മുടെ ബൈനറി നമ്പർ, അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ആണ് നമ്മൾ ബൈനറിയുടെ ബേസ് എന്ന് പറയാം. 2ന്റെ പവർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2 റേസ് ടു, അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇൻഡിജർ പാർട്ട് ഓർമ്മിക്കണം. ഇൻഡിജർ പാർട്ടിൽ റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. 2 റേസ് ടു 0, 2 റേസ് ടു 1, 2 റേസ് ടു 2 ആൻഡ് 2 റേസ് ടു 3. ക്ലിയർ ആണോ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1 into 2 raised to 3 plus 0 into 2 raised to 2 plus 1 into 2 raised to 1 plus 0 into 2 raised to 0. ഇത്രയും എന്താണ്? ഇത്രയും ഇൻഡിജർ പാർട്ടാണ്. ഓർമ്മിക്കുക, ഇൻഡിജർ പാർട്ടാണ്. ഇനി നമ്മൾ ഡെസിമലിലേക്ക് വന്നു കേട്ടോ. ഡെസിമലിലേക്ക് വരുമ്പോ എങ്ങനെയാണ്? ഡെസിമൽ നമുക്ക് ഉള്ളത് 0.01 ആണ്. അപ്പൊ നമ്മൾ എന്താ? റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. 2 raised to minus 1, 2 raised to minus 2. ഓക്കെ, എങ്ങനെയാ വരിക? 2 raised to minus 1 ആണ് 2, അല്ലെ? 1/2, അല്ലെ? 0 raised to 1/2, അതായത് 0 into 1/2. ഇവിടെ വരുമ്പം എന്ത് വരും? 0 into 2 raised to minus 1 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ഓക്കെ, ക്ലിയർ. ദെൻ പ്ലസ് 1 into 2 raised to minus 2, അത് എത്രയാണ്? 1/4 ആണ് കേട്ടോ. 1/4 ആണ് വരാൻ. ഓക്കെ, ക്ലിയർ. സോ നമുക്ക് 1/4, അല്ലെ? നമ്മൾ നോക്കൂ നിങ്ങൾ, 2 raised to 3 എന്ന് പറയുന്നത് 8 ആണ്. 8 into 1 equal to 8 plus 0 into 4, അല്ലെ? 2 raised to 2 എന്ന് പറയുന്നത് 4 ആണ്. 0 into 2 4 0. Then 2 raised to 1 എന്ന് പറയുന്നത് 2 ആണ്. 1 into 2 equal to 2 plus 0 into 2 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 0 into 1 equal to 0. ക്ലിയർ. ദെൻ ഇവിടെ നമ്മൾ 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇത് 0 ആണ് കിട്ടുക. അത് നമ്മൾ ആഡ് ചെയ്യണമെന്നില്ല, അല്ലെ? പ്ലസ് 0 വേണമെങ്കിൽ ആഡ് ചെയ്യാം. ദെൻ 1 into 2 raised to minus 2. ഓക്കെ, 1 into 2 raised to minus 2 എന്ന് പറയുന്നത് 1/4 ആണ്. സോ എന്താണ് വരിക? 0.25, അല്ലെ? 1/4 0.25 ആണ്. ഇൻറ്റു 1 0.25 തന്നെ. സോ നമുക്കിത് ഫുൾ ആയിട്ട് ആഡ് ചെയ്യാം. എത്ര കിട്ടും? 10.25. ക്ലിയർ. 10.25 കിട്ടും. നമുക്ക് ബൈനറി നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കരുത്. വളരെ സിമ്പിൾ ആണ്. ഏത് നമ്പർ സിസ്റ്റത്തിനെയാണോ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവർ ആണ് ഉപയോഗിക്കുന്നത് ആലോചിക്കുക. ദെൻ ഇൻഡിജർ പാർട്ടിൽ ആ ബേസ് എന്ത് ചെയ്യുക? ലെഫ്റ്റ് ടു റൈറ്റിലേക്ക്. ഇപ്പം ബൈനറി ആണെങ്കിൽ 2 raised to 0 മുതൽ അങ്ങോട്ടേക്ക് എഴുതാം. ഫ്രാക്ഷണൽ പാർട്ട് ആകുമ്പോൾ ബൈനറി ആയതുകൊണ്ട് 2 raised to minus 1. ഇത് നേരെ ഒക്ടൽ ആകുമ്പോഴോ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒക്ടൽ ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ മാറ്റി എഴുതാ? എങ്ങനെയായിരിക്കും പറഞ്ഞേ? ഒക്ടൽ ടു ഡെസിമൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? തന്നിരിക്കുന്ന നമ്പറിന്റെ പവർ എഴുതുമ്പോൾ 8 raised to 0, അല്ലെ? 8 raised to 1 അങ്ങനെയാണ് വരിക. ഓക്കെ, ഡെസിമൽ പാർട്ട് ആകുമ്പോൾ, ഫ്രാക്ഷണൽ പാർട്ട് ആകുമ്പോൾ 8 raised to minus 1. ക്ലിയർ. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. സിമ്പിൾ ആണ്.
ഫ്രാക്ഷണൽ പാർട്ട് മാത്രമേ ഇത്തിരി ഡിഫിക്കൽട്ട് വരുള്ളൂ. അതും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ 2⁻1 എത്രയാണ്, 2⁻2 എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഉള്ള കണക്ക് മാത്രമേ തരുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രീതിയിലുള്ള ഡിജിറ്റ്സ് ഒരിക്കലും ICTന്റെ ഈ നമ്പർ കൺവേർഷനിൽ വരില്ല, വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ക്ലിയർ? ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണോ ഡെസിമലിലേക്ക് മാറ്റുന്നത് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എടുക്കുക. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ പവർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്ന് മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ഞാൻ ചെയ്തു തരാം. എന്തേലും കൺഫ്യൂഷൻ ആണ്, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതും പറയാം. ജസ്റ്റ് ഒന്നുകൂടി ക്ലിയർ. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? കൺഫ്യൂസ്ഡ് ആവുന്നില്ലല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡെസിമൽ ടു ഒക്ടൽ നമ്പർ സിസ്റ്റം കൺവേർഷൻ. ഏതിലാക്കാണ് നമ്മൾ ഡെസിമലിനെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ ഡെസിമലിലേക്കല്ല ഒക്ടലിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, ഒക്ടലിന്റെ ബേസ് ആലോചിക്കുക, 8 ആണ്. ഡെസിമലിന്റെ ബേസ് 10 ആണ്. ഓക്കെ, നോക്കാം. നമ്മൾ 10.25 എന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒക്ടൽ നമ്പറിലേക്ക്, അതായത് 8 അല്ലെ, 8 വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ബൈനറി ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. 8 വെച്ച് റിമൈൻഡ് 10നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? കോഷ്യന്റ് 1 കിട്ടുന്നു, റിമൈൻഡർ 2 കിട്ടുന്നു. ഓക്കെ, ദെൻ 1നെ 8 വെച്ച് ചെയ്യുമ്പോൾ എന്താണ്? കോഷ്യന്റ് 0ഉം റിമൈൻഡർ 1ഉം കിട്ടുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? എങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞത് ബോട്ടം അപ്പാണ് അല്ലെ? നമ്മള് ബോട്ടം അപ്പാണ് എടുക്കുന്നത്. എങ്ങനെയാണ് എടുക്കുന്നത്? ബോട്ടം അപ്പാണ്. സോ ഇവിടെ എത്ര വരും? 12 വരും. ഓക്കെ, 12 വരും. ഓക്കെ, ക്ലിയർ. ദെൻ ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഫ്രാക്ഷണൽ പാർട്ടാണ്. നിങ്ങൾ നോക്കൂ, ഫ്രാക്ഷണൽ പാർട്ട് 0.25 ആണ് അല്ലെ? 0.25നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ, അതായത് ഏതിലേക്കാണോ നമ്മൾ മാറ്റുന്നത് അല്ലെ? ഒക്ടലിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ ഒക്ടലിന്റെ ബേസ് എത്രയാണ്? 8. അതിനെ എന്ത് ചെയ്യണം? അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏതുവരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു? കിട്ടുന്ന ആൻസറിന്റെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആയിട്ട് വരുന്നവരെ. സോ നിങ്ങൾ നോക്കൂ, 0.25നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? 2.0 ആണ് കിട്ടിയത്. സോ ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് 0 കിട്ടുന്നതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അതിന്റെ ഇന്റിജർ പാർട്ടിൽ എന്താണോ ഉള്ളത് അതായിരിക്കും ഈ ആൻസറിന്റെ ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് വരുന്നത്. ദാറ്റ് ഈസ് 12.2 ബേസ് 8 ആണ് ഏതിന്റെ? 10.25 എന്ന ഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ. ഓക്കെ, ക്ലിയർ? ഒരുപാട് കൺഫ്യൂസ്ഡ് ആവരുത്. എല്ലാം ഒരേ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഫ്രാക്ഷൻ പാർട്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാം. മറ്റേ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അതത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് ഫ്രാക്ഷൻ പാർട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒക്ടൽ ടു ഡെസിമൽ അല്ലെ? നമുക്കൊരു ഒക്ടൽ നമ്പർ കിട്ടി.
അതിനെ നമ്മൾ ഡെസിമലിലേക്ക് ആക്കാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് നമ്പർ സിസ്റ്റത്തിൽ ഏത് ബേസ് എത്ര ബേസ് നമ്പറുള്ള നമ്പറിനെയും ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ ആ ബേസ് അല്ലെ, ആ ബേസിന്റെ എന്ത് ചെയ്യുക, പവർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഇപ്പൊ നോക്കൂ നിങ്ങള്, ഓക്കെ. അതായത് നോക്കൂ 12.2 ബേസ് 8 അല്ലെ. അതായത് ഒക്ടൽ നമ്പറിനെ നമ്മൾ ഏതിലേക്കാണ് മാറ്റുന്നത്, ഡെസിമൽ നമ്പറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ 12നെ നമ്മൾ എടുത്ത 2 ഡെസിമൽ, അപ്പൊ ഇതിന്റെ 8⁻0 വരും. ബേസ് വെച്ചിട്ട് അതിന്റെ പവർ ചെയ്ത് 8⁻1 വരും. ഓക്കെ. ദെൻ 2 എന്താ വരിക, 8⁻1. ക്ലിയർ? ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വെക്കാം. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 8⁻1 പ്ലസ് 2 × 8⁻0 പ്ലസ് 2 × 8⁻1. 8⁻1 എന്ന് പറയുന്നത് എന്താണ്, 1/8 ആണ്. ഓക്കെ, ക്ലിയർ? സോ നോക്കൂ നിങ്ങൾ, വന്നു 1 × 8⁻1 എന്ന് പറയുന്നത് 8 തന്നെയാണ്. 8 പ്ലസ് 2 × 8⁻0 എന്ന് പറയുന്നത് 1 ആണ്. സോ 2 × 1 is 2 പ്ലസ് 2 × 1/8 അല്ലെ. 2 × 1/8 ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ചെയ്ത് നോക്കാം, 2 × 1/8 എങ്ങനെ ചെയ്യാം, 4 അല്ലെ. എന്താണ് 1/4 എത്രയാണ്, 1/4.25 ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലും മതി. സോ 2 × ഓക്കെ 0.25. ദെൻ ഒരു സെക്കൻഡ്, ഇതിൽ ഇങ്ങനെയല്ല കേട്ടോ, 1/8 ഞാൻ പറയാം. 1/8 = 0.125 ആണ് കേട്ടോ. 0.125 ആണ് 8⁻1, ദാറ്റ് ഈസ് 1/8. ഓക്കെ, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.25 കിട്ടും. ഓക്കെ, ക്ലിയർ? ദെൻ അതിന്റെ നോക്കൂ, അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി, 10.25. 10.25 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, നമ്പർ നോക്കി. അതായത് ഇതിന് കറസ്പോണ്ടിങ് 8⁻1 എത്രയാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അപ്പൊ പിന്നെ അവിടെ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒക്ടൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഏത് നമ്പറിൽ നിന്നാണോ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ. നമ്മൾ എന്താ ചെയ്യുന്നത്, ഡെസിമലിനെ ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏത് നമ്പറിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ നമ്പറിന്റെ ബേസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അതായത് 10നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാലോ, വലിയ സംഖ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, കോഷ്യന്റ് 0, റിമൈൻഡർ അത് തന്നെ 10 തന്നെയാണ് കിട്ടുക. ഓക്കെ, റിമൈൻഡർ 10 എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമലിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ എത്രയായിരുന്നു, 10ന്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റ് എന്തായിരുന്നു, എ ആണ് 10ന്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റ്. സോ നമ്മൾ 10 ഇവിടെ കണ്ടു അല്ലെ, 10 എന്താക്കി, എ ആക്കി. ഓക്കെ, ദാറ്റ് ഈസ് എ. ദെൻ നമുക്ക് ഇനി ചെയ്യേണ്ടത് 0.25 അല്ലെ. ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെയായിരുന്നു, ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ബേസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 0.25 × 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ അത് അവിടെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് ആക്കിയിട്ട് എടുത്തെഴുതുന്നു. ദെൻ ദാറ്റ് ഈസ് ബേസ് 16. സോ 10.25 ബേസ് 10 എന്ന ഡെസിമൽ നമ്പറിന്റെ ഹെക്സാ ഡെസിമൽ ആണ് A.4 അല്ലെ. ക്ലിയർ? എ ആണ് ഹെക്സാ ഡെസിമലിൽ വരുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഡിവൈഡ് ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇതാണ് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ. എല്ലാം കൂടി ഒന്നിച്ച് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. എങ്ങനെ തന്നെ നമ്മൾ ആലോചിക്കണം. ഒന്ന്, നമ്മൾ എല്ലാ നമ്പറും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസും ഈ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ആക്കാൻ വരാറുണ്ട്. അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടിയ ക്വസ്റ്റ്യനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
അങ്ങനെ ഡെസിമലിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കിട്ടും. അത് ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ആണെങ്കിലും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഉത്തരത്തിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. സോ അതൊന്ന് നിങ്ങൾ അത് ടിപ്പായിട്ട് ഓർത്ത് വെക്കുക. ഡെസിമലിലേക്ക് എല്ലാ നമ്പറിനെയും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ അല്ലെ. നമ്മൾ പറഞ്ഞല്ലേ ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എന്തിന്റെ പവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 16ന്റെ പവറാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു ഇവിടെ? നോക്കൂ നിങ്ങള്, എ അല്ലെ, 8.4 ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അതിനെ മാറ്റുമ്പോ എ എന്താണ്? എ നമുക്കറിയാം, എ റേസ് ടു എത്രയാ വരിക? 16 റേസ് ടു 0 വരും. ദെൻ 0.4 എന്താണ്? 16 റേസ് ടു -1 അല്ലെ. 1/16 ആണ് 0.0625 വരുന്നത്. ഓക്കെ, ക്ലിയർ. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണല്ലേ. എ 10 ആണ്. 10 into 1 16 റേസ് ടു 0 1 ആണ്. 10 തന്നെയാണ്. 10.4 into 0.0625 ഈസ് ഈക്വൽ ടു 0.25 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഏത് നമ്പറിനെയും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഏത് നമ്പർ സിസ്റ്റത്തിനാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ അത് -1 -2 -3 അങ്ങോട്ട് പോകും. ഇങ്ങോട്ടേക്കാവുമ്പോൾ 0 ബേസ് റേസ് ടു 0 1 2 3 4 എന്ന് ലെഫ്റ്റിലേക്കും പോകും. അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ നമ്മൾ പഠിക്കുന്നത് ഹെക്സാഡെസിമൽ ടു ബൈനറി നമ്പർ സിസ്റ്റം കൺവേർഷൻ. ഹെക്സാഡെസിമലിന് അതായത് 0 to 15 വരെയുള്ള നമ്പർ ബേസ് ഉള്ള ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? 4 ബിറ്റ് ബൈനറി നമ്പർ ആണ് അല്ലെ. നിങ്ങൾക്ക് ഇവിടെ ഈ ടാബിൾ നോക്കിയാൽ മനസ്സിലാവും. 4 ബിറ്റ് ബൈനറി നമ്പർ ആണ്. 0000 അല്ലെ. 0നെ നമ്മൾ 4 ബിറ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ബൈനറിയിൽ? 4 ബിറ്റ്. 3 ബിറ്റ് ആണെങ്കിൽ 0, 2 ബിറ്റ് ആണെങ്കിൽ എന്താ? 00 അല്ലെ. 3 ബിറ്റ് ആണെങ്കിൽ 000, 4 ബിറ്റ് ആണെങ്കിൽ 0000. ഓക്കെ, ഇനി 1ന് എങ്ങനെയാണ്? 0001. ഓക്കെ, ലൈക്ക് വൈസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. 15 ആവുമ്പോൾ 1111 ദാറ്റ് ഈസ് എഫ് അല്ലെ. ഹെക്സാഡെസിമലിൽ നോക്കുമ്പോൾ അത് എഫ് ആണെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ ആണ്. എന്ത് ചെയ്യാം? ഒന്നുമില്ല. ഇപ്പൊ അതാ നിങ്ങൾ നോക്കിയത് 3A അല്ലെ. 3A എന്നാണ്. 3ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ഡിജിറ്റ് ബൈനറി നമ്പർ എഴുതുക അല്ലെ. ഏതാണ്? 0011 ആണ് അല്ലെ. ഇത് നമുക്കറിയാലോ. ബൈനറി നമ്പറിന്റെ പവർ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായിരുന്നു? 1 2 4 8 ഇങ്ങനെയാണ് ഇതിന്റെ പവർ വരുന്നത് അല്ലെ, ബൈനറി നമ്പേഴ്സിന്റെ. സോ നിങ്ങൾക്ക് ഏതാണോ 1 വരുന്നത് ആ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. 2 + 1 3. അപ്പൊ 0011 അല്ലെ. എ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 ആണല്ലേ. സോ 10ന്റെ കറസ്പോണ്ടിങ് 4 ബിറ്റ് ബൈനറി നമ്പർ ആണ് എഴുതേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10ന്റെ വാല്യൂക്കില് നമ്മളെ ബൈനറി വാല്യൂസ് എങ്ങനെയാണ്? 1 2 4 8 ആണല്ലേ. സോ ഇതിൽ 10 കിട്ടണമെങ്കിൽ എന്താണ്? 8ഉം 2ഉം 1 ആക്കണം. റൈറ്റ്. 1010. ക്ലിയർ? സോ 10ന്റെ ബൈനറി നമ്പർ കിട്ടി. എന്നിട്ട് അതങ്ങ് ചേർത്ത് എഴുതാം. 0011 1010. ക്ലിയർ? ബേസ് 2. എളുപ്പമാണ് എന്ത്? ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ബട്ട് എത്ര ബിറ്റ് ബൈനറി നമ്പർ ആക്കണം എന്ന് ഓർമ്മിക്കണം. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4 ബിറ്റ് ബൈനറി നമ്പർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ബൈനറിനെ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ 4 ബിറ്റ് അല്ലെ. നമ്മൾ ഇതിനെ 4 ബിറ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. 1011 0111 ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ബിറ്റ് 2 അല്ലേ കിട്ടിയുള്ളൂ അല്ലെ. 11 മാത്രമല്ല. അപ്പൊ നമ്മൾ അതിനെങ്ങനെ 4 ബിറ്റ് ആക്കും? 0011 ആക്കാം. മുന്നേ അതായത് അതിന്റെ പ്രീഡിസെന്റ് ആയിട്ട്, അതായത് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കി സീറോസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 4 ബിറ്റുള്ള ബൈനറി നമ്പർ ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്നുമില്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു?
നേരെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുന്നു. ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡെസിമലിലേക്ക് മാറ്റാം അല്ലെ? എങ്ങനെയാണ് ഇവിടെ എന്താ വരിക? 1 2 3 4 അല്ലെ? 1ന്റെ അടുക്കുള്ള മാത്രം ആഡ് ചെയ്തേ 4 2 സോറി 8 ആണ് ഇവിടെ. വെരി സോറി, പറഞ്ഞു വന്നപ്പോഴേ കൺഫ്യൂസ്ഡ് ആവല്ലേ? 1 more time. 0 0 1 1 1 1 0 1 1 0 1 1. എങ്ങനെയാണ് ഇതിന്റെ പവർ? ബൈനറി സിസ്റ്റത്തിന്റെ പവർ എങ്ങനെ നമ്മൾ എഴുതുക? 1 2 4 8 അല്ലെ? 2ന്റെ പവർ അല്ലേ വേണ്ടത്? 1 2 4 8. സോ നോക്കൂ നിങ്ങള്, നമുക്ക് എവിടെയൊക്കെയാണുള്ളത്? ഇവിടെ 8 അല്ലേ? 8 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. അതായത് 8 + 2 + 1 ദാറ്റ് ഈസ് 11. ഇവിടെ 11 കിട്ടി. ഫസ്റ്റ് ഡെസിമലിലേക്ക് മാറ്റാം. ദെൻ ഇവിടെ നിങ്ങൾ നോക്കൂ, 1 2 4 8. 2ന്റെ പവേഴ്സ് ആണ്. ദെൻ 8 + 4 ദാറ്റ് ഈസ് 12 + 1 13. ഇവിടെ 13 ആയി. പിന്നെ ഇവിടെ 1 2 ദാറ്റ് ഈസ് 3. ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 3 3 തന്നെ. ഹെക്സാഡെസിമലിൽ 13 ഏതാണ് നമ്പർ? ദാറ്റ് ഈസ് ഡി. ദെൻ ഹെക്സാഡെസിമലിൽ 11 ഏതാണ് നമ്പർ? ദാറ്റ് ഈസ് ബി. അപ്പൊ നമുക്ക് ഈ ബൈനറി നമ്പറിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എങ്ങനെ കിട്ടി? 3DB എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇത് മനസ്സിലായില്ല? എളുപ്പല്ലേ? ഇത് തെറ്റിപ്പോയത് 2ന്റെ പവറാണ് നമ്മൾ ബൈനറിയിൽ എഴുതുന്നത്. ആലോചിക്കാം കേട്ടോ. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, റൈറ്റ്? ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതാണ് 1 2 4 8 എന്ന് ഞാൻ എഴുതിയത്. ക്ലിയർ? ദെൻ നമുക്ക് ബൈനറി ടു ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. നമ്മൾ ബൈനറി ടു ഹെക്സാഡെസിമലിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ബൈനറിനെ 4 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പ് ആക്കി. ബട്ട് നമ്മൾ ഒക്ടലിൽ വരുമ്പോൾ നമുക്ക് 7 വരെയല്ലേ വരണ്ടു അല്ലെ? സോ നമുക്ക് എന്ത് മതി? 3 ബിറ്റുള്ള ബൈനറി നമ്പർ മതി. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 0ന് 0 0 0, 1 കറസ്പോണ്ടിങ് ബൈനറി നമ്പർ 0 0 1, അങ്ങനെ 7 വരുന്നത് 1 1 1. റൈറ്റ്? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ബിറ്റ്സ് ഉള്ള ബൈനറി നമ്പേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. കിട്ടിയ നമ്പറിനെ 3 ബിറ്റ്സ് ആക്കി. ഇപ്പൊ 101 ഒന്നായി, 101 ആയി. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്പേഴ്സ് 3 ബിറ്റ്സ് ആക്കാനുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്നാണല്ലേ ഞാൻ പറഞ്ഞത്? സോറി, റൈറ്റ് ടു ലെഫ്റ്റ് കേട്ടോ. ഈ നമ്പർ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് തരാം. 101 വന്നു, ദെൻ ഒരു 101 വന്നു, ദെൻ ഇവിടെ 111. ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അഥവാ ഇവിടെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കറക്റ്റ് ആക്കും? ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കറക്റ്റ് ആക്കുക. ഓക്കെ, കറക്റ്റ് 3 ബിറ്റ്സ് ഉള്ള ബൈനറീസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഴുതുക. എങ്ങനെയായിരിക്കും? ഒക്ടൽ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് നോക്കൂ. 101 എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? ദിസ് ഇസ് 1, then 2 4 അല്ലെ? 4 + 1 that is 5. Here also 5, then this is 7. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഇവിടെ എടുത്തിട്ടത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതിയാൽ എളുപ്പത്തിൽ നമുക്ക് ബൈനറി ടു ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, then next is ഒക്ടൽ ടു ബൈനറി. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താ, ജസ്റ്റ് ഒന്നുമില്ല, ഒക്ടൽ നമ്പറിനെ ഇങ്ങനെ എടുത്ത് എഴുതാം. നമുക്കറിയാം നമ്പർ 153 ആണ്. 153 എടുത്ത് എഴുതാം. ദെൻ എന്ത് ചെയ്യാം? 3ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതാം. 3ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്ര? 011. ഓക്കെ, 5ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്? 101. 1ന്റെ എന്താണ്? 001. സോ ഇതാണ് എന്ത്? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ. ക്ലിയർ? സോ നമുക്ക് ഇത്രയും നമ്പർ കൺവേർഷൻസ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നിച്ച് പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കണം? നിങ്ങള് ഒന്നുകിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുക? എല്ലാ നമ്പറിനെയും ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പർ കിട്ടിയാലും അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് പഠിച്ചു വെക്കാം.
അത് എളുപ്പമാണല്ലോ. അതിന്റെ ഫ്രാക്ഷൻ പാർട്ടും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പഠിച്ചു വെക്കാം. ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പർ കിട്ടിയാലും ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എല്ലാവരും പഠിച്ചു വെക്കാം. അത് തന്നെ മതി. അതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. കുറെ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും കൺവേർഷൻ, എന്നാലും ആരെങ്കിലും അറിയാതെ ഉണ്ടോ, അല്ലെ ബേസിക് ആയിട്ടുള്ള കാര്യം വേണമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തത്. ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഇതിലുള്ളൂ, ICT-യിലുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. If L base M represents a number L in base M number system, then identify the correct descending order of the following numbers. Correct descending order of, അതായത് descending എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറിയാലോ അല്ലെ. Order of the following numbers A to D when converted to decimal number system. എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്കാണ്. അത് എളുപ്പമാണല്ലോ, നമുക്കറിയാം എങ്ങനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് അറിയാം അല്ലെ. ഏത് നമ്പർ സിസ്റ്റത്തിന്റെ ഏതാണോ ബേസ് അതിന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ. അപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് ആകുമ്പോൾ ഇവിടെ എന്ത് വരും? നിങ്ങൾ ഇവിടെ പറഞ്ഞേ, നമുക്ക് ഇവിടെ 4 ബേസ് ഉള്ളതാണ് അല്ലെ. 103.2 എങ്ങനെ എഴുതാം? 4 ബേസ് ആയതുകൊണ്ട് 4 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? 4:0, 4:1, 4:2. ഇവിടെ വരുമ്പോ ഫ്രാക്ഷണൽ പാർട്ടിൽ 4:-1 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 2 ആകുമ്പോ ഇവിടെ എന്ത് വരും പറഞ്ഞേ? 2:0, 2:1, 2:2, 2:3, 2:4, 2:5 വരും. ഇവിടെ 2:-1, 2:-2. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ 8 ആകുമ്പോൾ ഇവിടെ എന്ത് വരും? 8:0, 8:1, ഇവിടെ 8:-1. That is 1/8. Okay. Then 16 ആകുമ്പോൾ 16:0, 16:1. Then ഇവിടെ 16:-1. ഓക്കെ, എന്നിട്ട് ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. അതിനെന്ത് ചെയ്യുക? ഡിസെൻഡിങ് ഓർഡറിലാക്കിയാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്ത് പഠിച്ചാൽ നമ്മൾ ഇത്രേ വാല്യൂ വരുള്ളൂ. ഇപ്പൊ 16:-1 നമുക്ക് അറിയെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ. 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അങ്ങനത്തെ കുറച്ച് വാല്യൂസ് മാത്രം ഓർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ഒന്ന് ഇൻകോൾ മെസ്സേജ് ചെയ്തേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചെയ്തേ. അല്ലെ ഒരു തംസ് അപ്പ് ഇട്ടെ. ഓക്കെ, ക്ലിയർ. നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ. നോക്കൂ നിങ്ങള്. ഫസ്റ്റ് തന്നെ 103.2 ആണ്. നമ്മൾ അതിനെ 2 പാർട്ടാക്കുന്നു. ഒന്ന് എന്ത് ചെയ്യുന്നു? ഒന്ന് ഇന്റിജർ പാർട്ടും ഒന്ന് ഫ്രാക്ഷൻ പാർട്ടും ആക്കുന്നു. ഇതിന്റെ ബേസ് 4 ആണ്. 4 ആയതുകൊണ്ട് തന്നെ 4ന്റെ പവർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4:0, 4:1. എങ്ങനെയാ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? 103ന് 4:0, 4:1, 4:2. അങ്ങനെ അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കത് കിട്ടുന്നു. ആ ഫ്രാക്ഷൻ പാർട്ട് ഇന്റിജർ പാർട്ട് നമുക്ക് അവിടെ കിട്ടി. 19 കിട്ടി. ക്ലിയർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഫ്രാക്ഷണൽ പാർട്ടാണ്. -1 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1/4 ആണ്. ദാറ്റ് ഈസ് 0.25 ആണ്. 2 × 8⁻1 എത്രയാ? 1/8 ആണ്. അത് ആലോചിച്ച് നോക്കണേ നിങ്ങൾ. 2 × 0.25 വെച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് 0.5. അത് ആഡ് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു 19.5. അതായത് 103.24 ബേസ് 4 എന്ന നമ്പറിന്റെ ഡെസിമൽ നമ്പർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ആണ് 19.5. ക്ലിയർ. ഓക്കെ. ദെൻ ബൈനറി നമ്പർ ആകുമ്പോൾ നമുക്കറിയാം 2ന്റെ പവർ ആണ് എഴുതേണ്ടത്. 2:0, 2:1, 2:2, 2:3. റൈറ്റ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? ഇന്റിജർ പാർട്ടിൽ 35 എന്ന് കിട്ടുന്നു. ദെൻ ഫ്രാക്ഷണൽ പാർട്ട് എന്തായിരുന്നു? -1 ആണ് അല്ലെ. 2:-1, ദാറ്റ് ഈസ് 1/2. 2:-2, 1/4. ക്ലിയർ. മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഴുതുന്നു. ദാറ്റ് ഈസ് 35 + 0.75. ദാറ്റ് ഈസ് 35.75. ഈ 100011.11 എന്ന ബൈനറി നമ്പറിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ ആണ് 35.75. ക്ലിയർ. ദെൻ നെക്സ്റ്റ് എന്താണ്? 46.2 ബേസ് 8 അല്ലെ. ഒക്ടൽ ആണ് അല്ലെ.
ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡെസിമലിലേക്ക്, എല്ലാം നമ്മൾ ഡെസിമലിലേക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏത് നമ്പർ സിസ്റ്റം കിട്ടിയാലും അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി വേറെ ഏതെങ്കിലും ഇതിലേക്കാണോ കൺവേർട്ട് ചെയ്യാനൊക്കെ തന്നെ നമുക്ക് ഡെസിമലിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി അല്ലെങ്കിൽ റൈറ്റ് ആൻസറിലേക്ക് എത്താൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒക്ടൽ ആയതുകൊണ്ട് തന്നെ 8ന്റെ പവർ ആണ് എഴുതേണ്ടത്. നോക്കൂ, 8⁻0, 8⁻1 മൾട്ടിപ്ലൈ ചെയ്യാം. ഡെസിമൽ പാർട്ട്, ഇന്റിജർ പാർട്ട് നമുക്ക് 38 കിട്ടി. ദെൻ ഫ്രാക്ഷണൽ പാർട്ട് 8⁻1 1/8 ആണ്. ദാറ്റ് ഈസ് 2 into 125, that is equal to 0.25. Clear? 38.25 ആണ്. 46.2 in base 8 octal number and corresponding decimal number. Clear? Then 36.6 നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെക്സാഡെസിമൽ ആണ്. അതിനെ കറസ്പോണ്ടിങ് ഡെസിമലിലേക്ക് ആക്കാൻ 16ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫ്രാക്ഷനിൽ വരുമ്പോൾ എന്ത് വരും? -1 -2 വരും. ഇന്റിജർ ആണെങ്കിൽ 16 0, 16⁻1, 16⁻3 അങ്ങനെ ലെഫ്റ്റിലേക്ക് പോകും. റൈറ്റ് സൈഡിലേക്ക് ഫ്രാക്ഷൻ പാർട്ട് ആകുമ്പോൾ 16⁻1, 16⁻2 അങ്ങനെ അങ്ങോട്ടും പോകും. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് ഇന്റിജർ പാർട്ട് കണ്ടെത്തി. ദെൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. അതിനൊരു കാര്യം ചെയ്താൽ മതി. ഇത്രയും ആലോചിക്കേണ്ട 1/16 ആണ്. ഇപ്പൊ 16⁻1 0.0625 ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അത്രയും നമുക്ക് എളുപ്പമായി. നമുക്ക് ഇത്രയും ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. 2-3 വാല്യൂ മാത്രം ഒക്ടലിലേക്ക് മാറ്റുന്നത്, അത്രേ വരുള്ളൂ. ഓക്കെ, ചില കേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് നോക്കൂ, നിങ്ങൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഡിസെൻഡിങ് ആണല്ലോ, അപ്പൊ എന്തായാലും ഫസ്റ്റ് D ആണ് വരിക. പിന്നെ നോക്കാം, പിന്നെ 19.5 35 അല്ലേ, 38. സോ DCBA ആണ് ഡിസെൻഡിങ് ഓർഡർ. DCBA is the fourth answer. ഫോർത്ത് വൺ ആണ്. ചിലത് ഇങ്ങനെ വരില്ല. ഇതിപ്പോ നമുക്ക് ചെറിയ ഇവിടെ 35.75 38.25 വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരാം. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിയില്ലെങ്കിലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 ചെയ്യുമ്പോഴൊക്കെ തന്നെ മനസ്സിലാവും. എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ബൈനറി ആണ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബൈനറി ടു ഡെസിമൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബിക്കോസ് 2ന്റെ പവർ ആണല്ലോ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അത് ഫസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഏകദേശം 2 വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോഴും റോങ് ആൻസറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. 3 ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. 2ൽ കൂടുതൽ ചെയ്യും. ക്ലിയർ? സോ എന്തായാലും ഏത് ബേസുള്ള നമ്പർ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാലും ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഫ്രാക്ഷണൽ പാർട്ടും മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഫ്രാക്ഷണൽ പാർട്ടിലും കൺവേർട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ? സോ നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക് നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, ദെൻ ഇതിൽ നമ്പർ സിസ്റ്റം അല്ലാണ്ട് വരുന്നത് വേറൊരു കാര്യം, മെമ്മറി ഹൈറാർക്കി വരുന്നുണ്ട്. ഓക്കെ, മെമ്മറി ഹൈറാർക്കി അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പിന്നെ നമ്മള് ഈ GB അല്ലെ, KB, ബൈറ്റ് നിബിള്, ബിറ്റ് നിബിള്, ബൈറ്റ്, KB, MB, GB ഈ ഒരു ഇത് അത് വരുന്നുണ്ട്. പിന്നെ കുറെ അക്രോണിംസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ നെറ്റ് എക്സാമിന് വന്നത് USB അല്ലെ, USB വന്നു. പിന്നെ വേറെ അങ്ങനെ 2-3 വളരെ എളുപ്പമുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ ഇതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് തോന്നുന്നു വന്നത്. എളുപ്പമുള്ളതാണ് ICT വന്നത്. മറ്റുള്ള എക്സാമിലേക്ക് നോക്കുമ്പോഴാണ് ഈ കൺവേർഷൻസ് വന്നത്. പക്ഷെ കൺവേർഷൻസും വരാറുണ്ട്. സോ നിങ്ങൾ എന്തായാലും കൺവേർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരാം. അതായത് ഈ കൺവേർഷന്റെ ക്വസ്റ്റ്യൻസ് തരും, നെറ്റിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരും. അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്വന്തമായിട്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ നമ്മൾ എഴുതി ചെയ്തില്ലേ, അങ്ങനെ എഴുതി ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കാം. എന്നിട്ട് റൈറ്റ് ആൻസറിലേക്ക് എത്താം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എന്താണ്, 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കണക്ക് നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ടോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. ക്ലിയർ? സോ ICTയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ റെക്കോർഡഡ് പാർട്ടും PDF ഒക്കെ നമ്മളെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ? താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിൽ.